ബ്ലാക്ക് ഇപ്പോഴാണ് കുളിച്ച് തീരൂ. തീരും. വെള്ളം ഒന്ന് പെട്ടെന്ന് മാറു ബ്ലാക്ക്. ഇപ്പൊ മാറാൻ കേട്ടാ. ഒരാഴ്ച കൂടിയിട്ട് കുളിക്കണതാണ് ഈ ദേഹം തണുക്കണ്ട. കടലിലെ വെള്ളം മുഴുവൻ എടുത്താലും ഈ ദേഹം തണുക്കത്തില്ലട്ടാ. ഈ തടി ഉണ്ടാക്കിയെടുക്കാൻ എന്റെ അപ്പൻ എന്തുമാത്രം പാടുപെട്ടിട്ടുണ്ടെന്നറിയായ. വർത്താനം പറയണ്. ഞാനിപ്പോഴൊന്നും മാറിയല്ല. വേറെ പൈപ്പിൽ പോയി കുളിച്ചാ. എന്തൊരു തണുപ്പ്. പെണ്ണുങ്ങളുടെ കുളി സീൻ ഒളിഞ്ഞു നോക്കണ കണ്ടിട്ടുണ്ട്. ഇത് പാണുങ്ങളുടെ കുളി സീൻ ഒളിഞ്ഞു നോക്കണ ആദ്യമായിട്ട് കാണാണ് കേട്ടാ. ബ്ലസ്സിക്കൊച്ച് ചരവഞ്ചര സിനിമ കണ്ടിട്ടുണ്ട ജയന്റെ. അതിന്റെ അകത്ത് പുള്ളിക്കാരെ എണ്ണയിട്ട് കുതിരയെ തേപ്പിക്കുമ്പോ ചീലപ്പെണ്ണ് ഒളിഞ്ഞു നോക്കുന്ന ഒരു സീനുണ്ട് കേട്ടാ. അതുപോലെയാണ് ഇത്. അന്ന് ജയൻ കുതിരയെ കുളിപ്പിച്ചു. ഇന്ന് ജയ കുറെ പിള്ളേരെല്ലാം കൂടി കഴുതയെ കുളിപ്പിക്കും. കുതിരയെ കണ്ടാലും കഴുതയെ കണ്ടാലും പെണ്ണുങ്ങൾക്ക് ഇതേ വിചാരമില്ല കേട്ടാ. ഓ എന്റെ തലവിധി മാറോ. ഞാനെന്തിനാ കുളിച്ച് സുന്ദരനാകുന്നറിയായ? എന്തിനാ? ഓ ഒന്നും അറിയാത്ത പോലെ. ഇന്നല്ലേ ബ്ലച്ചി കൊച്ചിനെ പെണ്ണ് കാണാൻ വന്നത്. അതിന് നീ എന്തിനാണ് കുളിക്കണത്? ഉച്ചക്ക് വന്ന് തട്ടിക്കയറ്റിയാ പോരെ? തട്ടും തട്ടും. ബ്ലച്ചി കൊച്ചിനെ ഇത്തവണ കെട്ടാൻ വന്നവനും തട്ടിപ്പോ. അന്നേരം തയ്യാറായിരുന്നോളാൻ എന്നാട് പറഞ്ഞത് ഈ ടണ്ണ. ഞാനെപ്പ പറഞ്ഞു? ഇങ്ങോട്ട് പറ. യവനും ആ സീസണും കൂടിയാണ് ബ്ലാക്കിന് വേണ്ടാതീനൊക്കെ പറഞ്ഞു കൊടുക്കണത് കേട്ടാ. ഇനി എങ്ങാനും എന്റെ ബ്ലസ്സി മോളെ കളിയാക്കിയാ ഞാൻ എന്നാ ചെയ്യുമെന്ന് അറിയാവാടാ. എന്നാ ഞാനല്ല തുറക്കാരാണ് പറയണത്. ബ്ലച്ചിക്കൊച്ചിനെ കെട്ടാൻ വേണവരെല്ലാം തട്ടിപ്പോകുന്ന്. മീനാക്ഷി കുഞ്ഞെന്താ ഇറങ്ങാൻ തുടങ്ങുവാ? ബ്ലസ്സിയുടെ അപ്പം വന്നിട്ട് പോയാ പോരാ. ഉച്ചയ്ക്ക് മുമ്പ് മൂസത്തിന്റെ അടുത്ത് എത്തണമെന്നാ പറഞ്ഞത്. ഇനി നിന്നാ വൈകും. ചേച്ചി പോയിക്കോ. ആ മൂസത് ഭയങ്കര ചൂടനാന്നാ കേട്ടിട്ടില്ലേ. വാടാമഞ്ഞളി ഇലവർങ്ങത്തുള്ളി കരയാമ്പൂവോട് കരമാഞ്ചാക്ക് പുഞ്ചിരി കൊഞ്ചിരി ഭൈരവ ജാനകി. ഇതെല്ലാം മരുന്നാണോ? ഹേയ് ഇതൊക്കെ ഇവിടെ അരക്കണ ജോലിക്കാരുടെ പേരാ. പോയി വിളിച്ചോണ്ട് വരിക. വരാൻ നേരത്ത് ഈ മരുന്ന് കൂടി അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരിക. ഒന്ന് വായിക്കുക. പല്ലി. എന്തൂട്ടാ ഈ വായിക്കണത്? ചുക്കുമുളക് ത്രിഫല്ലി എന്നല്ലേ എഴുതിയിരിക്കണത്. ഇതങ്ങനെ വായിക്കാം. ചുമ്പാൻ. ഇതങ്ങോട്ട് പിടിക്ക. നിക്ക നിക്ക നിക്ക. എങ്ങോട്ടാ ഈ ചവിട്ടി കുത്തി പോണത്? എങ്ങോട്ടാ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ മീനാക്ഷി. ഈ മുംബൈയിലെ? അതെ. നോ മൃത്യുഞ്ജയ നമ്പൂതിരി. ഇവിടത്തെ മൂസത്തിന്റെ അടുത്ത ആളാ. ഞാൻ ഭീമസേനൻ. ഇദ്ദേഹത്തിന്റെ അടുത്ത ആളാ. അത്രയ്ക്ക് അടുപ്പില്ല. കുട്ടി വരിക വരിക വരിക. It's not for a joke. It's a truth. കണ്ടുപിടുത്തങ്ങൾ ഒരുപാടായിക്കോട്ടെ. ചുട്ടുപൊള്ളുന്ന സൂര്യനെ വരെ നാളത്തെ മനുഷ്യർ കൈയെത്തിപ്പിടിച്ചേക്കാം. പക്ഷേ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അടിത്തറ പോലും ഭാരത സംസ്കൃതിയിൽ നിന്നാണ്. യുനോ ആയുർവേദ ഈസ് ദ ബേസ് ഓഫ് മോഡേൺ മെഡിക്കൽ സയൻസ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വരണം. Marina, sir, this is Meenakshi. 8 years back we met in New York International Medical Conference. I know sir, Meenakshi from Mumbai. Yeah. ആ സെമിനാറിൽ തന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച സ്റ്റുഡന്റ് ഇവളായിരുന്നു. മീനാക്ഷിക്ക് മെറീനെ മനസ്സിലായില്ലേ? സെമിനാറിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നല്ലോ ഡിസ്കഷൻ. സംശയങ്ങൾ ചോദിക്കാൻ രണ്ടുപേരും ഒന്നിച്ചല്ലേ എന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്? Oh yeah, Marina Williams. Yeah. I think you came from Virginia University, right? Exactly. How are you, Meenakshi? Oh, I'm doing good. Thank you. 8 വർഷം കഴിഞ്ഞില്ലേ സർ? പെട്ടെന്ന് ഓർക്കാൻ കഴിഞ്ഞില്ല. യെസ്. മറവി, മനുഷ്യന്റെ മറവി, അതായിരുന്നല്ലോ അന്നത്തെ ചർച്ചാ വിഷയം. അല്ല, നാളെ വരുമെന്നല്ലേ പറഞ്ഞേ? എന്താ ഇന്നേ പോന്നേ? ഇന്ന് തന്നെ സാറിനെ കാണണമെന്ന് തോന്നി. ഒരു അത്യാവശ്യ കാര്യമുണ്ട് സർ. വാട്ട് ഹാപ്പൻഡ്? അത് എനിക്ക് സാറിനോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം സർ. പ്ലീസ് കം.
എന്ത് കേൾക്കാൻ നിക്കാ? അല്ല കുട്ടിക്ക് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടോളാം. നിങ്ങൾ താഴെ ചെന്ന് ഇന്ന് പുതുതായിട്ട് 4 പേഷ്യൻസ് വന്നിട്ടില്ലേ, അവരുടെ തലയിലെ വലിയ ചന്ദനാദി എണ്ണ നിറയെ തേച്ചങ്ങട് കുളിപ്പിക്ക. നടക്കുക, നമുക്ക് കുളിപ്പിക്കലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങ മൂസത്തിന്റെ അനിയന്മാരാണ്. ഞാൻ വക്കച്ചൻ, മൂസത് വക്കച്ചൻ. പെരുന്തച്ഛന്റെ അനിയനാണോ? ആണ്. എന്തൊരു ഐശ്വര്യമാണ് മൂസതുമാരുടെ മുഖത്ത്. ചുമ്മാതല്ല മീനാക്ഷി കൊച്ചിങ്ങാട്ട് വന്നത്. ഈ ഐശ്വര്യം തനിക്ക് വേണോ? കിട്ടുവാ? കിട്ടും. എങ്കി എന്റെ ഈ മുഖത്തിന്റെ ആവോലി ഷേപ്പൊന്ന് മാറുമായിരുന്നു. എങ്കിൽ ഷർട്ട് ഒരു കണ്ണടച്ച് ഈശ്വരനെ ധ്യാനിച്ചിരുന്നോളൂ. പിന്നെന്താണ്? അയ്യോ എന്തൊരു ഭാരം. നിനക്ക് ഈ ഭീമസേനന്ന് പേരിട്ടവന്റെ തലയ്ക്ക ആദ്യം തളപ്പേക്കേണ്ടത്. മൂസതായിട്ട് നടക്ക ഭീമ, ഇവന് വട്ടത്തിൽ കൂടിയിട്ടുണ്ടെന്നാ തോന്നണത്. ഇവന്റെ തലയിൽ വെച്ച ആദ്യം എണ്ണ. ഇതിനകത്താരാ? ഒരു പ്രാന്തനാ. ഇങ്ങോട്ട് മാറുക, ഇങ്ങോട്ട് മാറാൻ നിന്നത്ര സജ്ജക്കാരനായിരിക്കില്ല. പൊക്കുക. പിടിക്കവനെ. മീനാക്ഷി പറഞ്ഞ ഈ ആളിന്റെ തലച്ചോറിനേറ്റ ആഘാതത്തില് അയാളുടെ നിറമോ ശരീരഘടനയോ ചിലപ്പോൾ മാറിപ്പോയെന്ന് വരാം. ഏറ്റവും സങ്കീർണമായ ഒരു കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ തലച്ചോറ്. അതിന്റെ മെമ്മറി പവറിനെ ജയിക്കാൻ ഇന്ന് വരെ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല, കഴിയേയില്ല. അനേകായിരം ICയും കപ്പാസിറ്ററും പ്രൊസസറും ഉള്ള ഈ അത്ഭുത കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഒരു കോമ്പണന്റിന് താളം പിടിച്ചാൽ അവന്റെ ജീവിതഗതി തന്നെ തകിടം മറിയും. താൻ ആരാണെന്ന് പോലും മറന്നുപോകും. ചിലപ്പോൾ ക്രിമിനലാകാം, സാഡിസ്റ്റാകാം, ഭ്രാന്തനാകാം. തിരിച്ച് അവനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അപൂർവമായി സംഭവിക്കാറുള്ളൂ. ഇത് അമ്നീഷ്യയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു രോഗം തന്നെയാണ്. അതെ സർ, പക്ഷെ അമ്നീഷ്യ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ അലോപ്പതിയിൽ ഇന്നില്ലല്ലോ. ഇല്ല, അതിനാണല്ലോ നമ്മുടെ റിസർച്ച്. പക്ഷേ ഇത് അമ്നീഷ്യയാണോ? കേട്ടിടത്തോളം ഈ ബ്ലാക്കും മീനാക്ഷി പറയുന്ന രമേശൻ രണ്ടു പേരാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ, തനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെഡി. താങ്ക് യു സർ. പഠിക്കേണ്ട വിഷയം സ്വന്തം ജീവിതത്തിൽ പരീക്ഷണമാകുകയാണല്ലേ. ഈ എക്സ്പെരിമെന്റില് മീനാക്ഷി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ എന്തിനും തയ്യാറാണ് സർ. പക്ഷേ ഇവിടെ കൊണ്ടുവരണമല്ലോ, അതിനയാൾ സമ്മതിക്കോ? തരകനങ്ങൾ പറഞ്ഞാൽ അയാൾ കേൾക്കും.